വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൺ. ഇന്ന് നമുക്ക് ഫ്രൈഡ് പീനട്ട്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കിലോ കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് തോലോട് കൂടിയുള്ള കപ്പലണ്ടിയാണ്. പച്ച കപ്പലണ്ടി എന്ന് പറഞ്ഞു വേണം വാങ്ങിക്കാൻ. ഈ കപ്പലണ്ടിയിൽ ചെറിയ മണ്ണോ അഴുക്കോ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തു വയ്ക്കുക. ചീത്തയായിട്ടുള്ള കപ്പലണ്ടിയും ഇതിനിടയിൽ കാണാൻ ചാൻസ് ഉണ്ട്, അതെല്ലാം മാറ്റുക. ഇല്ലെങ്കിൽ നമ്മൾ കപ്പലണ്ടി വറുത്തെടുക്കുമ്പോൾ ഈ ചീത്തയായിട്ടുള്ള കപ്പലണ്ടിയുടെ ടേസ്റ്റും കൂടെ നമുക്ക് കിട്ടും. അങ്ങനെ വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ള കപ്പലണ്ടി 1/4 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1-2 നുള്ള് കായപ്പൊടിയും കൂടെ വേണം. ഇത് വറുത്തെടുക്കാനായിട്ട് നമുക്ക് കുക്കിംഗ് ഓയിലും വേണം. എണ്ണ ചൂടാക്കാനായിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കപ്പലണ്ടി കുറച്ചായിട്ടിട്ട് ഇതിനകത്തിട്ട് പൊരിച്ചെടുക്കുക. അപ്പം ഒറ്റ ബാച്ചിൽ തികയുന്ന അത്ര എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ 1 പ്രാവശ്യമായിട്ട് പൊരിച്ചെടുക്കുക, ഇല്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് വറുത്തെടുക്കുക. ഞാനിപ്പോൾ എല്ലാം 1 പ്രാവശ്യം തന്നെ ഇട്ട് വറുത്തെടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ട് പൊരിച്ചെടുക്കണം. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. കപ്പലണ്ടി നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മുഖത്തൊന്നും പൊട്ടിത്തെറിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാൻ. കുറച്ച് നീങ്ങി നിന്ന് വേണം ഇത് തയ്യാറാക്കാൻ. കപ്പലണ്ടി നമ്മൾ എണ്ണയിലിട്ട് കൊടുത്ത ഉടനെ തന്നെ 1-2 മിനിറ്റ് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കും. അത് കഴിയുമ്പോൾ അത് മാറിക്കോളും. പിന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം, ഇത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഏകദേശം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട്. ഇത് നല്ലതായിട്ട് ഫ്രൈ ആയി കിട്ടാനായിട്ട് നമുക്കൊരു 4 മിനിറ്റോളം വേണ്ടി വരും. ഒരു 4 മിനിറ്റ് ആയി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ചിലപ്പോൾ നമ്മുടെ കപ്പലണ്ടിക്ക് അനുസരിച്ച് വേവിനും വ്യത്യാസം വരും. അതുകൊണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുക. കപ്പലണ്ടിയുടെ നിറം മാറുന്നതനുസരിച്ച് കോരിയെടുക്കുക. ഈ നിറത്തിൽ വേണം നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. കപ്പലണ്ടി നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. എല്ലാ കപ്പലണ്ടി ഇതുപോലെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം എണ്ണയിൽ നിന്ന് കപ്പലണ്ടി മാറ്റിയെടുക്കാനായിട്ട്. കപ്പലണ്ടിയെല്ലാം എണ്ണയിൽ നിന്ന് പൊരിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എണ്ണ. ആ എണ്ണയിൽ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് പൊരിച്ചെടുക്കാം. കറിവേപ്പില കഴുകിയിട്ട് ഒന്ന് തുടച്ച് വയ്ക്കണം. എന്നിട്ട് നമുക്കിത് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. കറിവേപ്പിലയും എണ്ണയിൽ നിന്ന് നമുക്ക് മാറ്റാം. കറിവേപ്പിലയും നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പലണ്ടിയിലും കറിവേപ്പിലയിലും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന എക്സ്ട്രാ ഓയിലൊക്കെ ഒരു ടിഷ്യൂ ഉപയോഗിച്ച് ഇങ്ങനെ തുടച്ചെടുക്കാം. ഇങ്ങനെ എക്സ്ട്രാ ആയിട്ടുള്ള ഓയിലെല്ലാം നമ്മൾ തുടച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ടിഷ്യൂവിൽ നിന്ന് കപ്പലണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറിയ ചൂടോട് കൂടിയാണ് നമുക്ക് ഈ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കപ്പലണ്ടിയിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഓരോ മസാലകളും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, 1 നുള്ള് കായപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കപ്പലണ്ടിയിൽ ചെറിയ ചൂടോടുകൂടി തന്നെ ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയും കായപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എരിവും ഉപ്പും ഒക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ക്രമീകരിക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഫ്രൈഡ് പീനട്ട്സ് തയ്യാറായി കഴിഞ്ഞു. ഇതെല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ പരീക്ഷിക്കുക. ഇത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും. വൈകുന്നേരം കുട്ടികൾക്ക് കുറിക്കാനായിട്ട് ഇത് കൊടുക്കാവുന്നതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഈ റെസിപ്പിയെക്കുറിച്ചുള്ള കമൻസും തീർച്ചയായിട്ടും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.